നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിത. ചെറുപ്പം മുതൽ എനിക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അലർജി എന്ന് പറയുന്നത്. അന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഏറ്റവും കുറവാണ്, അതുകൊണ്ടാണ് എപ്പോഴും എന്തുണ്ടെങ്കിലും തുമ്മിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പിന്നീട് ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്കതിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലായത്. അലർജി ഉണ്ടാവുന്നത് രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലല്ല, അത് കൂടുതലുള്ള ആളുകളിലാണ്. അതെ, അതായത് ഇപ്പൊ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ശരീരത്തിലോട്ട് എന്തെങ്കിലും ഒരു ഘടകം കയറി കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതാണല്ലോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഏതിനെയൊക്കെ എതിരെ പ്രതികരിക്കണം, ഏതിനെയൊക്കെ എതിരെ പ്രതികരിക്കണ്ട എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവാതിരിക്കുമ്പോൾ, ബോഡി ഒരുപാട് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചെറിയൊരു ആന്റിജൻ അല്ലെങ്കിൽ ചെറിയൊരു പൊടിയോ പുകയോ എന്തെങ്കിലും വരുമ്പോൾ തന്നെ ബോഡി ഒരുപാട് പ്രതികരിക്കുന്നത്. അത് IgE അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഘടകമായിട്ടുള്ള IgE വളരെ കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക്. അലർജി കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് പൊടി അല്ലെങ്കിൽ പുക, പൊള്ളൻസ്, അതായത് പൂമ്പൊടി പോലുള്ള കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന രോമങ്ങൾ എന്നിങ്ങനെയുള്ള ചില കാരണങ്ങളാണ് കൂടുതലും നമുക്ക് അലർജി ഉണ്ടാക്കുന്നത്. അതുപോലെ ഓരോരുത്തർക്കും ഇത് വ്യത്യാസവുമായിരിക്കും. പൊടിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുപോലെ അലർജി ഉണ്ട് എന്ന് പറയാറുള്ളത്. പക്ഷെ പൊടിയിലേക്കാളും അതിലുള്ള ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്ന ചില ചെറിയ ചെറിയ ഓർഗാനിസംസ് ഉണ്ട്. അവരുടെ ബോഡിയിലെ പ്രോട്ടീൻ ആണ് ശരിക്കും അലർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് ഫാക്ടറാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവും ഈ അലർജി കൺട്രോൾ ചെയ്യാൻ ഒരു ഫാക്ടറാണ്. അലർജി നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് 3 രീതിക്കാണ്. ഒന്ന് എന്ന് പറയുന്നത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും, അതായത് മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേത് നമ്മുടെ സ്കിന്നിലായിരിക്കും അതിന്റെ സിംറ്റംസ് കാണിക്കുക. മൂന്നാമത്തേത് നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ വയറ്റിലായിരിക്കും, ദഹനവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ലക്ഷണങ്ങൾ കാണിക്കുക. അപ്പൊ ഒന്നാമത്തേത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിർത്താതെയുള്ള തുമ്മല്, ഏതെങ്കിലും ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ തണുപ്പോ പുകയോ അല്ലെങ്കിൽ പൊടിയോ കൂടുതൽ മഞ്ഞോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നിർത്താതെ തുമ്മിക്കൊണ്ടിരിക്കുക. തുമ്മൽ പോയി നമുക്ക് കണ്ണ് ചൊറിച്ചില്, മൂക്ക് ചൊറിച്ചില്, തൊണ്ട ചൊറിയുന്നത്, കണ്ണിൽ നിന്നും വെള്ളം വരിക, കണ്ണില് ചുവന്ന് തടിച്ചു വരിക, എപ്പോഴും മൂക്കടപ്പുണ്ടായിരിക്കുക, രാത്രി കിടക്കാൻ നേരത്ത് തന്നെ മൂക്കടഞ്ഞുകൊണ്ടിരിക്കുക, രാത്രി ശ്വാസം കിട്ടാത്ത ചില ബുദ്ധിമുട്ടുകൾ തോന്നുക, അതുപോലെ തൊണ്ടയിൽ എന്തോ കെട്ടി നിൽക്കുന്നുണ്ട് എന്ന് തോന്നുക. വലിയ ആളുകളിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു അലർജി നിന്ന് അവർക്ക് മൂക്കിൽ ദശ പോലെയും സൈനസൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അഡൽട്ടിന്റെ കാര്യത്തിലാണ് നേരത്തെ പറഞ്ഞത്. കുട്ടികളിലാണെങ്കിൽ അഡനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാവാനും ഈ അലർജി നിൽക്കുന്നത് ഒരു കാരണമാണ്. അതുപോലെ ലങ്സിന്റെ കപ്പാസിറ്റി കുറയാനും ആസ്മ പോലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാനും കാരണമാവും. ഇത്തരത്തിൽ അലർജി ഉള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ചില ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട്. IgE, AEC, CBC ഇത്തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് അതിനനുസരിച്ച് എന്താണ് ബുദ്ധിമുട്ട് എന്ന് കണ്ടുപിടിച്ച് സ്പെസിഫിക് ആയിട്ട് തന്നെ IgE ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഏത് ഫാക്ടറാണ് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നത് എന്ന് കണ്ടെത്താനും സാധിക്കും. അതുപോലെ തന്നെയാണ് അലർജി പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ കള്ളികൾ വരച്ച് അതിൽ ഓരോ കള്ളിയിലും ഏതൊക്കെയാണോ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് അത്തരത്തിലുള്ളവയുടെ ആന്റിജൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ഫാക്ടറാണ് നിങ്ങൾക്ക് അലർജി ഉള്ളത് എന്ന്. ഇനി അടുത്തത് സ്കിന്നിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാവുന്നത് ചൊറിച്ചിലാണ്. ചൊറിച്ചിൽ കൂടാതെ ചുവന്ന് തടിച്ചു വരിക, നീര് വെക്കുന്നത് പോലെ വരിക, ശരീരം മൊത്തത്തിൽ നീര് വെക്കുന്നത് പോലെ വരിക, ചൊറിച്ചിൽ അസഹനീയമായിട്ട് കൂടി നിൽക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ സ്കിന്നിൽ കാണിക്കുന്നതാണ്. ഇനി ഗട്ടിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് വയറ്റില് ഫുഡുകൾ കൊണ്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഒന്ന് അത് ഫുഡ് അലർജി ആയിരിക്കാം, രണ്ടാമത്തേത് ഫുഡ് ഇൻടോളറൻസ് ആയിരിക്കാം. ഇത് രണ്ടും വ്യത്യാസമാണ്. ഫുഡ് അലർജി ഉണ്ടാക്കുന്നത് പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാക്കുന്നത് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൂടുതലും നമുക്ക് ലക്ഷണങ്ങൾ കാണാൻ നമ്മുടെ വയറുമായിട്ട് ദഹനവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് ഇൻടോളറൻസിൽ കാണിക്കുക. പക്ഷെ ഫുഡ് അലർജിയുടെ കാര്യത്തിൽ കൂടുതലും ചൊറിച്ചില്, തുമ്മല്, ആസ്മ, ശ്വാസമുട്ട് എന്നിങ്ങനെയുള്ള കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഫുഡ് അലർജിയിൽ കാണിക്കാം. കൂടുതൽ ആളുകൾക്കും അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഗോതമ്പ്, നട്ട്സ്, ഷെല്ലുള്ള തരത്തിലുള്ള മീനുകള്, ഞണ്ട്, കൊഞ്ച് അങ്ങനെയുള്ള തരത്തിലുള്ള ചെമ്മീന്, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ കൂടുതൽ ആളുകൾക്കും അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആയുർവേദത്തില് അലർജിക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം കുറച്ചൊരു ലോങ് ടേം ആയിട്ട് തന്നെ മെഡിസിൻ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. കഴിക്കുന്ന മരുന്നുകൾ
IgE കുറയ്ക്കുന്ന ടൈപ്പുള്ള മരുന്നുകളായിരിക്കും. ഇത് നമുക്ക് വളരെ നല്ല റിസൾട്ട് തരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് പലതരത്തിലുള്ള സ്പ്രേയും അതുപോലെ തന്നെ ചില ഗുളികകളും കഴിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തള്ളി നീക്കാതെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മരുന്നുകൾ എടുത്ത്, ആയുർവേദ മരുന്നുകൾ എടുത്ത് അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം മാത്രം നിങ്ങൾ മരുന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക.